നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EVM കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും അതിസൂക്ഷ്മമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ്. കാരണം സുപ്രീം കോടതി പോലും ഇടപെട്ട വിഷയമായതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആധികാരികതയെപ്പറ്റി, ഓതന്റിസിറ്റിയെ പറ്റി നിരവധി ചോദ്യങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി തന്നെ ഉന്നയിക്കുമ്പോൾ ജ്ഞാനേഷ് കുമാറിന് എങ്ങനെയാണ് ഉറക്കം വരിക? തൻ്റെ കാൽ കീഴിലെ മണ്ണൊലിച്ചു പോയാൽ പിന്നെ ഇത്രയും കാലത്തെ സിവിൽ സർവീസ് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്ന തിരിച്ചറിവ് ജ്ഞാനേഷ് കുമാറിന് നന്നായി ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ തൻ്റെ മുൻഗാമിയായ രാജീവ് കുമാറിനേക്കാൾ അധപ്പതിച്ചിരിക്കുകയാണ് താൻ എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടുന്നു എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. EVMുമായി ബന്ധപ്പെട്ട് അതിനകത്ത് നിരവധിയായ EVMകൾക്ക് കുഴപ്പങ്ങൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് മോക്ക് പോളിംഗ് ഉൾപ്പെടെ നടത്തുമ്പോൾ ആ EVMിൽ അതിൻ്റെ ക്ഷമത, അതായത് നിലവിൽ അതിൻ്റെ പരിശോധന ഉൾപ്പെടെ നടത്തുമ്പോൾ പല മെഷീനുകളിലും ഫോൾട്ട് കാണുന്നുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് ജ്ഞാനേഷ് കുമാർ വളരെ വ്യക്തമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുഴപ്പങ്ങളുള്ള EVM മാറ്റും. അവിടെ ബാലറ്റ് പേപ്പർ കൊണ്ടുവരേണ്ടി വന്നാലും വേണ്ടില്ല, ഒരു രീതിയിലും തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താൻ സമ്മതിക്കില്ല എന്ന്. ഇത് താൽക്കാലികമായെങ്കിലും പ്രതിപക്ഷ അംഗങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജ്ഞാനേഷ് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഇളക്കി മറിച്ചിരിക്കുന്നു. ബീഹാറിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കറിയാം, വോട്ട് ചോരി യാത്ര ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ജ്ഞാനേഷ് കുമാറിൻ്റെ ഈ ഒരു പ്രകടനം കൂടി വരുമ്പോൾ ഇത് ഒരു മേക്ക് ബിലീഫിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും അത് മുഖവിലക്കെടുക്കാനാണ് പ്രതിപക്ഷവും ശ്രമിക്കുന്നത്. വോട്ട് ചോരി ആരോപണം അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ EVM മെഷീനുകളുടെ നിലവിലെ പ്രവർത്തന പരിശോധന ഉൾപ്പെടെ കൃത്യമായി നടത്തി വിലയിരുത്തി മാത്രം കൊടുത്താൽ മതി. അതായത് പോളിംഗ് ബൂത്തുകളിൽ അല്ലാത്ത പക്ഷം അവ മടക്കണം. അവർക്ക് ബാലറ്റ് സംവിധാനം ഒരുക്കും, ബാലറ്റ് പേപ്പർ സംവിധാനം ഒരുക്കും എന്നൊരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ടാലി ചെയ്യാം എന്നാണ് ജ്ഞാനേഷ് കുമാർ വിചാരിക്കുന്നത്. തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് കരുതുന്ന ഒരു മണ്ടനാണോ ജ്ഞാനേഷ് കുമാർ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം ജ്ഞാനേഷ് കുമാർ ഇത് പറയുന്നതോടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ബീഹാറിൽ നടന്നിരിക്കുന്നു എന്നും ഇനി വരുന്ന റിസൾട്ടുകൾ ഒരു തരത്തിലും അവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെയോ BJPയുടെയോ സ്വാധീനം കൊണ്ടല്ല, നിഷ്പക്ഷമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഗിമിക്സാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ്